ഇനിയിപ്പോൾ അധികം സമയമില്ല നിങ്ങളുടെ സത്യപ്രതിജ്ഞയിലേക്ക് കടക്കാൻ. ഒരു കേരളത്തിൻ്റെ ഭാവിയെ നിശ്ചയിക്കുന്ന ഒരു വലിയ സർക്കാർ നീക്കം അല്ലെങ്കിൽ മുന്നോട്ട് പോക്കായിരിക്കും ഉണ്ടാവുക അല്ലേ? തീർച്ചയായും ഒരു പുതുയുഗ കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളാണ് വരുന്ന 5 വർഷക്കാലം. നമുക്കറിയാം വലിയ പ്രതിസന്ധികളെ നമ്മുടെ നാട് നേരിടുകയാണ്. ഒന്ന് ലോകത്തും രാജ്യത്തും ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതിനപ്പുറത്ത് സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന അസഹിഷ്ണുത, ഇതിനെയെല്ലാം കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നമ്മളുടേതായ ഒരു മാതൃകാപരമായ പ്രവർത്തനങ്ങളുണ്ട്. ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ? അപ്പോൾ സ്വാഭാവികമായും അത് ഏറ്റവും ഉന്നതമായി ഉയർത്തിപ്പിടിക്കേണ്ടത് സർക്കാർ, അതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണാധികാരികളുമാണ്. അവർ നന്നായി ഉയർത്തിപ്പിടിച്ചാൽ തീർച്ചയായും ജനങ്ങളത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകും. അപ്പോൾ നമ്മുടെ ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. നമ്മുടെ നാടിൻ്റെ വളർച്ച, ജനങ്ങളുടെ ക്ഷേമം, അടിസ്ഥാനപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അതിൽ ഊന്നി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരായിരിക്കും ഉണ്ടാകുക. അതിന് ശ്രീ വി ഡി സതീശനെ പോലെയുള്ള ആളുകൾക്ക് അത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. സാധാരണക്കാരൻ്റെ ചൂടും ചൂരും അറിയുന്ന ഒരു നേതാവ് കൂടിയാണ്, ഒരു ജനപ്രതിനിധി കൂടിയാണ്. വലിയ നേതാവാണല്ലോ വി ഡി സതീശൻ ആദ്യം മുതൽ തന്നെ. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആകുന്നു എന്നത് അങ്ങേയറ്റം സന്തോഷകരമായ കാര്യമായിരിക്കും. അദ്ദേഹത്തിൽ ദർശിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വ സവിശേഷത എന്താണ്? താങ്കൾ എപ്പോഴാണ് വി ഡി സതീശനെ ആദ്യമായിട്ടൊക്കെ കാണുന്നത്? വ്യക്തിപരമായിട്ടുള്ള സന്തോഷങ്ങൾക്കപ്പുറത്ത് നമ്മുടെ നാട് അത്രയധികം ആഗ്രഹിക്കുന്ന ഒരു നേതാവായി മാറിയെന്നുള്ളതാണ് നമുക്കൊക്കെ അഭിമാനകരമായി തോന്നുന്നത്. വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടി, ജാടകളില്ലാതെ, സാധാരണക്കാരൻ്റെ എല്ലാ സവിശേഷതകളുമുള്ള, അല്ലെങ്കിൽ അവരെ അറിയുന്ന ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ, ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് എല്ലാവരെയും മനസ്സിലാക്കാനുള്ള ഒരു ബോധ്യമുണ്ട്. അത് നമുക്ക് കുറേ കൂടി ഗുണം ചെയ്യും. ഉപദേശകരോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ നിയന്ത്രിക്കുന്ന ആളുകളൊന്നുമല്ല. പറയുന്നത് പോലെ അങ്ങനെ നിയന്ത്രിക്കുന്ന ആളുകളായി മാറിയാൽ സ്വാഭാവികമായും പലപ്പോഴും പല കാര്യങ്ങൾക്കും വഴങ്ങിക്കൊടുക്കേണ്ടി വരും. നമ്മുടെ യാഥാർത്ഥ്യ ബോധങ്ങളിൽ നിന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ അത് ജനങ്ങൾക്ക് ഹിതകരമായ രീതിയിൽ ചെയ്യാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം, ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ കോൺഗ്രസ് ആയതുകൊണ്ട് ചോദിക്കുന്നതാണ്, കോൺഗ്രസ് ഗ്രൂപ്പ് സംവിധാനങ്ങളൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ വി ഡി സതീശനും സർക്കാർ ആകെ തന്നെയും ഒന്നിച്ച് പുതുയുഗ കേരളത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും തരത്തിൽ തടസ്സം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ എന്ന് നാട്ടുകാർക്കൊരു ചോദ്യം ഉണ്ടാവും ആദ്യഘട്ടത്തിൽ. ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിലുള്ള ഐക്യമല്ലേ നിങ്ങൾ കോൺഗ്രസിനകത്ത് കണ്ടത്? മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയല്ലല്ലോ. ഇവിടെ 24 മണിക്കൂർ കൊണ്ട് ഒരു മന്ത്രിസഭാ രൂപീകരണം, അതിൻ്റെ പോർട്ട്ഫോളിയോ തീരുമാനം, അതൊക്കെ ഏതെങ്കിലും ചരിത്രത്തിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്? ഒരു അപശബ്ദങ്ങളും ഇല്ലാതെ സ്ഥാനാർത്ഥി നിർണയങ്ങൾ എപ്പോഴാണ് നിങ്ങൾ അതൊക്കെ ദർശിക്കാൻ കണ്ടിട്ടുള്ളത്? ഏതെങ്കിലും സമയത്ത്? ഈ ടീം UDF വന്നതിന് ശേഷം ഈ കഴിഞ്ഞ 5 വർഷക്കാലം നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്, ഈ ഏറ്റവും അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഒരു അപശബ്ദവുമില്ലാതെ ടീം UDF ആയി ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് കോൺഗ്രസ് പാർട്ടിയും ചരിത്രത്തിലെ ഏറ്റവും വലിയ ഐക്യത്തോടു കൂടിയിട്ടാണ് ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത്. അത് വരുന്ന 5 വർഷക്കാലമല്ല, ഇനി തുടർന്ന് അങ്ങോട്ട് കോൺഗ്രസ് ഉണ്ടാകുന്നിടത്തോളം, ഈ നാടുണ്ടാകുന്നിടത്തോളം കാലം അതുണ്ടാകും, ഒരു സംശയവും വേണ്ട.